ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കുബൂസും ഗ്രിൽഡ് അൽഫാമും കഴിക്കാനായിട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മയനൈസും കിട്ടി, കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞതും കിട്ടി. അപ്പം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ട കുറേ ന്യൂസുകളൊക്കെ നമുക്ക് അറിയാമല്ലോ, കുറേ പേരൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയ കേസ് അറിയാമല്ലോ. അപ്പോൾ ഈ മയനൈസ്, പച്ച മുട്ടയിൽ ഉണ്ടാക്കിയ മയനൈസൊക്കെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് ഈ മയനൈസും നമുക്ക് ഈ വെജിറ്റബിൾ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് നല്ല അടിപൊളി മയനൈസ് ഇതുപോലെ നമുക്ക് പുഴുങ്ങിയ മുട്ടയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കട്ടിക്കുള്ള മയനൈസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 മുട്ട എടുത്ത് പുഴുങ്ങാൻ പോവുകയാണ്. അതിന് പുഴുങ്ങാനായിട്ട് നമ്മൾ എടുത്തിട്ടു. ഇനി നമുക്ക് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുക, അത് കണ്ടോ, ഏകദേശം തിളച്ച് മുട്ടയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് എടുത്തൊന്ന് തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് കിട്ടും. ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മഞ്ഞക്കുരു മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇടുക. അതിന് മുമ്പ് നമുക്കൊരു 2 വെളുത്തുള്ളി അല്ലേ ഇടുക. അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതേ നല്ല അടിപൊളി മയനൈസ് ഉണ്ടാക്കാൻ പോവാണ്. ആരും മറന്നു പോകാതെ ഇത് ഉണ്ടാക്കി നോക്കണം. പുറത്തുനിന്നുള്ള മയനൈസൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഓയിൽ ഇല്ലാത്ത രീതിയിലും ഓയിൽ ഒഴിച്ചും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിൽ ഓയിൽ ഒഴിച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കുറഞ്ഞ അളവിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. 3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1ാമത്തെ സ്പൂൺ നമ്മൾ ഓയിൽ ഒഴിച്ചു. വീണ്ടും നമ്മൾ 2ാമത്തെ സ്പൂണ് ഓയിൽ ഒഴിക്കുവാണ്. കണ്ടോ, നമ്മൾ 2ാമത്തെ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാം. 3ാമത്തെ സ്പൂണ് നമുക്ക് ഓയിലും കൂടെ ഒഴിക്കാം. 3ാമത്തെ സ്പൂൺ ഓയിൽ ഒഴിച്ചു. നമുക്കിനി അതിന് ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് ഇടുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിട്ട് അതിനുശേഷം ഒരു നുള്ള് പഞ്ചസാര നമുക്ക് ചേർക്കാം. ഒരു നുള്ള് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്തിട്ട് നമുക്കിതിന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു 1/2 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് ഇത്രയും കണ്ടോ, അത്രയും വിനാഗിരി ഒഴിക്കുക നമ്മൾ. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരു 3 സ്പൂൺ ഓയിലും കൂടെ നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രയും മതി നമുക്ക് ഇതിനായിട്ട് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിത് വെറും 3 സ്പൂൺ ഓയിലും കൂടെയാണ് നമ്മൾ ഒഴിക്കുന്നത് കണ്ടോണേ. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിനി നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് കറക്കി ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ അതാ നോക്കിയാണ് കണ്ടോ, നല്ല നമ്മുടെ മയനൈസ് ചെയ്യേണ്ട കണ്ടോ, അടിപൊളിയായിട്ട് ഏകദേശം കറക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 പ്രാവശ്യം കൂടി ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം. എത്ര ലൂസാക്കുകയോ എത്ര കട്ടിയാക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്കിനി അൽഫാമും നമ്മുടെ ഗ്രിൽഡ് ചിക്കനും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് അടിച്ചാലോ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. അപ്പം നമ്മളുടെ ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്കും കമൻറ്റും ഇടുന്ന കാര്യത്തിൽ ഒരു പഞ്ഞവും കാണിക്കരുത്, ധൈര്യമായിട്ട് അങ്ങ് ഇട്ടേക്കണം കേട്ടോ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.